സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് താങ്ങായി നിന്ന LDF സർക്കാരിന്റെ ജനപ്രിയ സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനും നിർത്തലാക്കാനും UDF സർക്കാർ നടത്തുന്ന ഗൂഢനീക്കങ്ങൾ ജനമധ്യത്തിൽ പാടെ പൊളിയുകയാണ്. പദ്ധതി LDF സർക്കാർ നിർത്തിവെച്ചിരുന്നു എന്ന രീതിയിൽ UDF അനുകൂല മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന കുപ്രചാരണങ്ങൾ തീർത്തും വാസ്തവ വിരുദ്ധവും ജനങ്ങളെ വഞ്ചിക്കുന്നതുമാണ്. അധികാരത്തിൽ കയറിയത് മുതൽ ജനക്ഷേമ പദ്ധതികൾ ഓരോന്നായി വെട്ടിച്ചുരുക്കുന്ന UDF തങ്ങളുടെ ഈ ജനദ്രോഹ നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഒന്നുമില്ലാത്ത സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള 31.34 ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നേരിട്ട് അക്കൗണ്ടിലെത്തിക്കുന്ന വിപ്ലവകരമായ സ്ത്രീ സുരക്ഷാ പദ്ധതി കഴിഞ്ഞ ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ പ്രഖ്യാപിച്ചത്. തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും തുക വിതരണവും കൃത്യമായി നടന്നു. ഫെബ്രുവരി മാസത്തിൽ മാത്രം 10,58,700 പേർക്കായി 105.87 കോടി രൂപ LDF സർക്കാർ വിതരണം ചെയ്തു. തൊട്ടടുത്ത മാർച്ചിൽ ഗുണഭോക്താക്കളുടെ എണ്ണം 16.24 ലക്ഷമായി ഉയർന്നപ്പോൾ 162.41 കോടി രൂപയും ഇടതുപക്ഷ സർക്കാർ വിതരണം ചെയ്തു. ഇത്രയും സുതാര്യമായി നടന്ന ഒരു പദ്ധതിയാണ് UDF തങ്ങളുടെ ജനദ്രോഹ നയം മറച്ചുവെക്കാൻ വേണ്ടി LDF നിർത്തിവെച്ചുവെന്ന കള്ളം പ്രചരിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 3270 കോടി രൂപയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി LDF സർക്കാർ മാറ്റിവെച്ചത്. എന്നാൽ ഭരണം മാറിയതോടെ സ്ത്രീകളുടെ കൈകളിലേക്ക് ഈ പണം എത്താതിരിക്കാൻ UDF സർക്കാർ ബോധപൂർവം ഫയലുകൾ ചുവപ്പ് നാടയിൽ കുരുക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി അപേക്ഷകരുടെ എണ്ണം 18.18 ലക്ഷമായി ഉയർന്നതിൽ അർഹരാണെന്ന് കണ്ടെത്തിയ 16.4 ലക്ഷം പേർക്ക് പണം അനുവദിക്കാനുള്ള ഫയൽ UDFന്റെ ധനവകുപ്പ് നിലവിൽ പിടിച്ചുവച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സ്ത്രീകളോടാണ് UDF ഈ ക്രൂരത കാട്ടുന്നത്. ഇതിനു പുറമെ 5 ലക്ഷത്തിലേറെ പുതിയ അപേക്ഷകൾ യാതൊരു കാരണവുമില്ലാതെ മാറ്റിവെച്ചിട്ടുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അതീവ സൂക്ഷ്മമായി പരിശോധിച്ചാണ് LDF സർക്കാർ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും തങ്ങളുടെ പരിധിയിലെ അനർഹരെ കൃത്യമായി ഒഴിവാക്കാൻ കഴിയുമെന്നതും ഉറപ്പാണ്. എന്നിട്ടും പദ്ധതിയിൽ അനർഹരുണ്ട് എന്ന വ്യാജവാദം UDF അനുകൂല മാധ്യമങ്ങൾ വഴി ചമച്ചെടുക്കുകയാണ് പുതിയ സർക്കാർ. സ്ത്രീകൾക്ക് പ്രതിമാസം ലഭിക്കേണ്ട 1000 രൂപ മുടക്കാനും പദ്ധതി പൂർണ്ണമായി നിർത്തലാക്കാനുമുള്ള UDF സർക്കാരിന്റെ നീക്കങ്ങൾക്ക് വഴിമരുന്നിടാനാണ് ഈ കള്ളവാർത്തകൾ. സ്വന്തം ജനദ്രോഹ നയങ്ങളെ വെള്ളപൂശാൻ മാധ്യമങ്ങളെ വിലക്കെടുത്ത് നടത്തുന്ന ഇത്തരം PR സ്റ്റണ്ടുകൾ കൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ പറ്റിക്കാമെന്നാണ് UDF കരുതുന്നത്. പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന പുതിയ സർക്കാർ LDF നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നും അർഹരായ ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ലഭിക്കേണ്ട തുക ധനവകുപ്പ് അടിയന്തരമായി റിലീസ് ചെയ്യണമെന്നുമാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്.